ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ആ കേക്ക് ഐസിങ് ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുവാണേ. ആദ്യം നമ്മൾ കേക്ക് ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചിട്ടുണ്ട്. നമ്മൾ ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീമാണ്. അതൊന്ന് ഫിക്സ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കേക്ക് നന്നായിട്ട് ഫിക്സ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വെക്കുന്നത്. ഫസ്റ്റ് ലെയർ ഇതാ വിപ്പിംഗ് ക്രീമിൻ്റെ മേലിലേക്ക് ബോർഡിൽ വെക്കുവാണ്. അതിനുശേഷം നമ്മൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഒഴിക്കണം. നന്നായിട്ട് സോക്ക് ആകുമ്പോൾ നല്ല ടേസ്റ്റും വരും, കേക്കും സോഫ്റ്റ് ആവും, അതുപോലെ തന്നെ നല്ല മധുരവും ഉണ്ടാവും. കാരണം നമ്മൾ ഇതിനകത്ത് നന്നായിട്ട് മധുരം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മധുരത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ലെയറിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മളിപ്പോൾ നന്നായിട്ട് സോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോക്ക് ചെയ്തിരിക്കുന്നതിനകത്തേക്ക് നമ്മൾ ആ ലെയറിലേക്ക് എന്താ വെച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ക്രീം കുറച്ച് ആഡ് ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റിൻ്റെ മിക്സ് ഓരോ ലെയറിലും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇത് ഏറ്റവും മേളിലുള്ള ലെയറാണ് കേട്ടോ. അത് മേളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതും സോക്ക് ചെയ്യാൻ പോവുകയാണ്. അത് നന്നായിട്ട് സോക്ക് ചെയ്തതിന് ശേഷം ഐസിങ് ചെയ്യും കേട്ടോ. അപ്പം നമ്മളിത് ക്രം കോട്ട് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഗനാഷ് യൂസ് ചെയ്യാം. കാരണം ഞാൻ ഒത്തിരി ക്രീമൊന്നും ഇതിൻ്റെ മേലിലാക്കുന്നില്ല. കാരണം നമ്മൾ മേലിലിങ്ങനെ ഒത്തിരി ക്രീം ഇടാതെ തന്നെ ഗനാഷ് ചേർത്ത് അങ്ങനെയാണ് ലാസ്റ്റ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് മതി. അതുകൊണ്ട് ഒത്തിരി ഞാൻ ക്രീം യൂസ് ചെയ്യുന്നില്ല കേട്ടോ. രണ്ടാമത്തെ കേക്ക് ഞാൻ അങ്ങനെ ഓരോ ലെയറായിട്ട് വെച്ച് സെറ്റ് ചെയ്തെടുക്കുവാണ് കേട്ടോ. 2 കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കേക്കും കൂടി അങ്ങനെ തന്നെ സെയിം പ്രോസസ്സാണ് കേട്ടോ. ആദ്യം ചെയ്ത അതേപോലെ തന്നെയാണ് നമ്മൾ രണ്ടാമത്തേനും ചെയ്യുന്നതിന്. ഷുഗർ സിറപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് കേക്ക് കൂടി നമ്മൾ ക്രം കോട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുവേ. അപ്പോൾ ക്രം കോട്ട് ചെയ്തെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പിന്നെ നമുക്ക് ലാസ്റ്റ് ഏറ്റവും അവസാനത്തെ ഐസിങ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ നൈഫിലിങ്ങനെ ഒട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ അല്ലാണ്ടും ചെയ്യാറുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പം നമ്മൾ പൈപ്പിംഗ് ബാഗിനകത്തേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ്, അതായത് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ കട്ട് ചെയ്ത് നമ്മൾ ഇതിൻ്റെ മേളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ പോവുകയാണ്. കേക്കിൻ്റെ മേളിലേക്ക് എല്ലാം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ മെൽറ്റ് ആയിരിക്കുന്നതുകൊണ്ട് ഒത്തിരി ടൈറ്റായിട്ടും അല്ല, എന്നാൽ ഒത്തിരി ലൂസായിട്ടും അല്ല എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഇതെല്ലാ സ്ഥലത്തേക്കും ആക്കി കൊടുക്കുവാണ്. നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തേക്കും ഒന്നും ആക്കി കൊടുക്കണം. ഒത്തിരി ലൂസായിട്ടിരിക്കുവാണെങ്കിൽ അതിങ്ങനെ പൊക്കോളും. ഇതിപ്പോൾ ഒത്തിരി ലൂസല്ല, ഇച്ചിരി ഒന്ന് ടൈറ്റ് ആയിരുന്നു. ഞാൻ നന്നായിട്ട് ടൈറ്റ് ആയ സമയത്ത് ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടാണ് ഇതൊന്ന് മെൽറ്റ് ആക്കിയത്. ഇപ്പോൾ എന്താ സ്പ്രെഡ് ചെയ്ത് കഴിയാറായി. ഇനി നമ്മളിതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഈ ഒരു ഭാഗത്തിന് എല്ലാ സ്ഥലത്തേക്കും ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ കേക്കിൻ്റെ സൈഡ് കട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് സൈഡ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇപ്പം ഞാനിങ്ങനെ ചോക്ലേറ്റ് കൊണ്ട് തന്നെ കുറച്ച് ഒന്ന് ഡിസൈൻ ചെയ്യുവാണ് കേട്ടോ. ഷുഗർ ബോളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഷുഗർ ബോളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സിമ്പിളായിട്ടൊരു ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഹാപ്പി ബർത്ത്ഡേയിൽ ഒരു ടോപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി വെറുതെ ഒന്ന് വെച്ച് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ടോപ്പേഴ്സൊക്കെ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി കാണുമേ. ഇതിപ്പോൾ വളരെ ലളിതമായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലും വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.